നവരാത്രിയുടെ ഏഴാമത്തെ ദിവസമായ നാളെ നമ്മൾ പൂജിക്കുന്നത് കാളരാത്രി ദേവിയെയാണ്. ദുർഗാദേവിയുടെ ഏറ്റവും രൗദ്രമായിട്ടുള്ള മൂർത്തിഭാവമാണ് കാളരാത്രി എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റുമുള്ള അന്ധകാരത്തെ നീക്കി വെളിച്ചമേകുന്ന അമ്മയാണ് കാളരാത്രി. അമ്മയുടെ മുഖം കണ്ടാൽ നമുക്ക് പേടി തോന്നുമെങ്കിലും ദേവി മാതൃവാത്സല്യ രൂപിണിയാണ്. അതുകൊണ്ട് തന്നെ ശുഭകരി എന്നുള്ള ഒരു നാമവും ദേവിക്കുണ്ട്. നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്ന ദേവിയാണ്. കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ശനിദശയൊക്കെ ഉള്ളവർ കാളരാത്രി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നാളത്തെ ദിവസം നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം കാളരാത്രി ദേവിയെ നമ എന്നുള്ളതും കൂടെ തന്നെ ചൊല്ലേണ്ടുന്ന മറ്റൊരു മന്ത്രം ഏകവേണീജപാകർണപൂരാ നഗ്നാഘരാസ്ഥിതാ ലംബോഷ്ഠീകർണികാകർണീ തൈലാഭ്യക്തശരീരിണീ വാമപാദോല്ലസല്ലോഹാ ലതാകണ്ഡകഭൂഷണ വർധനാമൂർധ്വജാ കൃഷ്ണ കാളരാത്രർഭയങ്കരി. ഈ മന്ത്രമാണ് നാളെ നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടുന്ന നിവേദ്യം എന്ന് പറയുന്നത്. ലെമൺ റൈസോ പുളിയോദരയോ അതിൻ്റെ കൂടത്തിൽ നവധാന്യങ്ങളിൽ കടലയാണ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടുന്നത്. ഒപ്പം തന്നെ ഗോതമ്പ് കൊണ്ടുള്ള അലുവായോ ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും മധുര പദാർത്ഥങ്ങളോ സ്വീറ്റ്സ് ആയിട്ടും നാളെ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്.